അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത്താഴത്തിന് ഇട്ടിട്ടുണ്ട്. ഇച്ചാക്ക് ദോശ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ പോയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കണം. ഉപ്പുമാവും മുട്ടക്കറി ഉണ്ട്. അപ്പോൾ ഞാൻ അതുണ്ടാക്കിയിട്ട് വരാം. പിന്നെ ഞാൻ കഞ്ഞി കുടിക്കാൻ വിചാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി ഇപ്പോൾ കഞ്ഞി കുടിച്ചിട്ട്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കണം. പിന്നെ റിനൂനിനൊക്കെ എണീക്കട്ടെ. അപ്പോൾ ഞാൻ താഴെ പോട്ടെ കേട്ടോ. അതെ, ഞാനിന്ന് കഞ്ഞി അച്ചാറാണ്, മുട്ടക്കറി, അതുപോലെ തന്നെ ചോറും. ഇച്ചാനെ വിളിക്കാൻ വന്നതാണ്. ഇപ്പോൾ എണീക്കണില്ല. താൻ കഴിക്കാൻ തന്നെ വേണ്ടിയാണ് എണീക്കാൻ. അപ്പോൾ ഇച്ചാനെ വിളിക്കാം. ഇച്ചാ എണീക്കേ, 5 മണിയായിട്ടോ? എണീക്കണ്ടോ? ഉപ്പുമാവ്, കഞ്ഞി, മീൻ പൊരിച്ചത്, മുട്ടക്കറി, ഉമ്മി, റീഞ്ഞൂന്നി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കണം. അപ്പോൾ പൊരിക്കടി ഞാൻ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുണ്ടാക്കാം. അപ്പോൾ അതുണ്ടാക്കണം പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. മാവും പിന്നെ ഞാൻ 1 സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. വേപ്പിലിടാൻ പറഞ്ഞപ്പോൾ വേപ്പിലയും ഇട്ടിട്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം സവോളയിൽ നിന്ന് ഓൾറെഡി നീരിറങ്ങും. അപ്പോൾ ആവശ്യത്തിനായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സവോള ആക്കിയിട്ട്, അതായത് വട്ടാക്കിയിട്ട് നമുക്കതിലിട്ട് കൊടുക്കാം. എടുത്തോട്ടോ. ഇതിലിപ്പോൾ വെച്ചാൽ അങ്ങനെ ചൂടാറില്ല കേട്ടോ. നമുക്ക് ആ നോമ്പ് തുറക്കുന്ന ടൈമിലും നമുക്ക് ചൂടോടെ കഴിക്കാം. ഇനി നെയ്ച്ചോറ് വെക്കണം. നെയ്ച്ചോറപ്പോൾ കുക്കറിലാണ് വെക്കണം. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്കുള്ളതൊക്കെ ഇല്ലാതെ ഇനി കട്ട് ചെയ്യണം. പിന്നെ ഈ കട്ട് ചെയ്തിടാണം. ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ഉമ്മയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇനി ഉമ്മ ചെയ്തോളൂ. കേട്ടെ, നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. ഇത് നെയ്ച്ചോറായിട്ടുണ്ട്. ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ നേരത്തൊന്നും നമ്മൾ പുറത്ത് കൊണ്ട് വന്നിരിക്കാറില്ല കേട്ടോ, കാരണം ഫുള്ള് പണികളായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ നേരത്തെ കഴിഞ്ഞ് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിട്ടുണ്ട്. ചിക്കൻ കറി ആവുന്നുണ്ട്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കാനുണ്ട്. സ്ട്രോബെറി ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജ്യൂസ് അടിക്കാനുള്ളത് ജ്യൂസ് അടിച്ചോളാനായിരുന്നു. എന്നോട് ആ ഭാഗത്തേക്കേ വരണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇനി. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ, അത് ആ ജ്യൂസ് അടിക്കുന്ന നേരത്തെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വേഗം കഴിഞ്ഞല്ലേ. അത് നമ്മളെ ജ്യൂസ് അടിക്കുന്ന ഷെഫ് വന്നിട്ടുണ്ട്. ഓക്കെ, ജ്യൂസ് മേക്കർ വന്നിട്ടുണ്ട് അല്ലേ? ഇന്നെന്ത് ജ്യൂസാണ് ഗൈസ്? ഇന്ന് സ്ട്രോബെറി ജ്യൂസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നപ്പോൾ സ്ട്രോബെറി ജ്യൂസാണ് ഇച്ചട വക കേട്ടോ. മിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുസമ്പി കട്ട് ചെയ്യട്ടെ. ഇന്ന് ഫ്രൂട്ട്സ് മുസമ്പിയാണ്. മുസമ്പി ഉപ്പിടാം.
ഫ്രഷ് സ്ട്രോബെറി ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് ഫ്രഷ് സ്ട്രോബെറി ജ്യൂസ്. മുകളിലുള്ള ഈ നെട്ടില്ലേ, ഇലകള് പിന്നെ ഇവിടെ ഉള്ളി തോലളയാൻ പോകട്ടോ. ഹായ് ഗായ്സ്, എവിടെ എന്താ ചെയ്യണ്ടേ? കട്ടയുള്ള ചെയ്യേ, അത്ര വലിയ പണിയൊന്നുമില്ല. സ്ട്രോബെറി നല്ലോണം ക്ലീൻ ചെയ്തിട്ട് മിക്സിയുടെ ജാർക്കിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര കൊടുക്കാം. അതായത് ഇതിലേക്കുള്ള പഞ്ചസാരല്ല, മൊത്തം കുറച്ച് പാല് ചേർക്കണം. അപ്പോൾ അതിലേക്കുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതിലേക്കുള്ള പാല് വെച്ച് കൊടുക്കണം. ചെവടൊക്കെ ക്ലീൻ ആക്കേണ്ടി വരും. വലിച്ച് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കട്ടപ്പാല് നിലത്തൊക്കെ പോയിട്ടുണ്ട് കിറ്റാ. ഞാൻ എത്രാമത്തെ ചീന? അഞ്ചാമത്തത് മുറിക്കാൻ പോകല്ലേ? മാഷാ അല്ലാ. നീന എത്രയായി? 5 എന്ന് പറ. 4 3 സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ലോറിയിൽ കൊടുക്കണം. അങ്ങനെ 5ാമത്തെ നോമ്പും വയലി കഴിഞ്ഞ അൽഹംദുലില്ലാ. പച്ചവെള്ളം കുറച്ച് ഒഴിക്കാം. ഉള്ളിവട, സോസ്, ഈത്തപ്പഴം, നാരങ്ങ വെള്ളം, ഏത്തക്ക, ഒതന്റിക്. പിന്നെ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഗണപതി കൊടുത്തിട്ട് ഇവിടെ അപ്പൊ ചോറ് എടുത്തോണ്ടിരിക്കും കേട്ടോ. പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാം. ചോറ് കൊണ്ടുവച്ചിട്ടാ. ഇനി ഗൈസ് ചിക്കൻ കറി അല്ല ഉമ്മി, ചോറും ചിക്കൻ കറിയും ഉമ്മി. ഞാനെല്ലാം അങ്ങനെ അരിഞ്ഞിരിഞ്ഞു കൊടുത്തു. ഹെൽപ്പറായിരുന്നു. സലാഡ് ഉണ്ടാക്കിയോ? പറയണം. ഓക്കെ, ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടില്ല. മഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മഞ്ച് എല്ലാവർക്കും കൊടുക്കാം. അമ്മയ്ക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. എവിടെ മിച്ചാക്കി എനിക്കും ഒരെണ്ണം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഉണ്ണി കരയുമ്പോൾ എടുത്തു കൊടുത്തോളൂ. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ച് സെറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉറങ്ങണം. വയറ് ഫുള്ളാണ് അല്ലേ?
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നാളെ ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ. കിച്ചൺ ഇവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്.